ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസിയാണെങ്കിലോ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചിയമ്മ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്ത് പറ്റി, കയ്യിൽ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് എന്ത് പറ്റിയാലും ആൻറ്റിയമ്മയ്ക്ക് ഇപ്പം എന്താ, ആൻറ്റിയമ്മയ്ക്കോ മാത്രമല്ല ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, അങ്ങനെ ആണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. നീ എന്താണെങ്കിലും തുറന്നു പറയടി, എന്താ നിനക്ക് പറ്റിയത്, അന്നിവിടെ സംഭവിച്ചതിനൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എനിക്കും പറയാനുള്ളത്. ഇനിയൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ആർക്കും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ സമയത്ത് സുജുവും അതുപോലെ തന്നെ സാഗറും അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ എന്താ പറ്റിയത്, കയ്യിന് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഒന്നുമില്ല ആൻറ്റി, ഞാൻ ഒന്ന് വീണു ബാത്റൂമിലെന്ന് പറയുന്നുണ്ട്. ഒന്ന് സൂക്ഷിക്കണ്ടേ മോളെ, സൂക്ഷിച്ച് വേണ്ടേ നടക്കാനൊക്കെ, അത് തെറ്റ് പറ്റിപ്പോയി ആൻറ്റി, അതാ, അതുകൊണ്ട് തന്നെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവണില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ, എൻ്റെ അച്ഛൻ ആ രഹസ്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പോൾ അച്ഛൻ ആകെ ഷോക്കായ പോലെയായി. അതുകൊണ്ടാണ് അച്ഛൻ വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മോളെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് കൃഷിനെ വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് എന്നെ ഇത്രയും കാലം പിടിച്ചു നിന്നത്. പക്ഷേ കൃഷാണെങ്കിലോ അതിന് സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം തന്നെ അച്ഛൻ അറിഞ്ഞപ്പോൾ അച്ഛൻ ആകെ ദേഷ്യപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എത്രയും പെട്ടെന്ന് തന്നെ ഇനി ഞങ്ങളുടെ കല്യാണം നടത്താനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ മാനസ വന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ് സാഗർ, എത്രയും പെട്ടെന്ന് തന്നെ ജയമോഹനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം, മാത്രമല്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്നോ ഒക്കെ പറയണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മാനസയ്ക്ക് ഒരു നാടകം തോന്നുന്നുണ്ട്, ഇവരുടെ മുന്നിൽ ഒന്നും കൂടി അഭിനയിച്ച് തകർക്കാം, അങ്ങനെയാണെങ്കിലാണ് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ കൈയോടെ നടത്തി കിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ മാനസ കരയുന്നുണ്ട് കേട്ടോ. എന്തിനാ മോളെ നീ കരയുന്നത്, അന്ന് അന്ന് ഓണ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം കെടുത്തിയില്ലേ, നിങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ടായി, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അച്ഛൻ പറഞ്ഞതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ, അതൊന്നും സാരില്ല മോളെ, ഓരോരോ പ്രശ്നങ്ങളല്ലേ വന്നത്, അതിനൊന്നും മോൾ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടത്തി തരുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും അവിടേക്ക് കൃപ വരുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം മനസ്സിലായോ, മൺമണിക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും സുജുവിനും സാഗറിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതെയോ, പാവം കുട്ടി, കാരണം ഇവിടെ കരഞ്ഞുകൊണ്ടാണ് പോയത്, ഓണ ദിവസമാണെങ്കിലും അവൾ വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നു. എന്നാലും ജാമ്യം കിട്ടിയല്ലോ. ഇത് കേൾക്കുന്ന മാനസിക അത്ര ഇഷ്ടപ്പെടുന്നില്ല. കൺമണി പുറത്തിറങ്ങിയോ, ആ ഇറങ്ങിക്കാണും, ഇപ്പോൾ ഏട്ടൻ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നു. അതെന്തിനാ കൃഷി പോയിട്ടുള്ളത്, എന്തിനാ അതിൻ്റെ ആവശ്യമെന്ന് മാനസ പറയുന്നുണ്ട്. ഏട്ടന് മനുഷ്യത്വമുള്ളത് കൊണ്ടാണ് ഏട്ടൻ പോയത്, അതിന് മാനസയ്ക്ക് എന്താ, അല്ലെങ്കിലും ഏട്ടൻ കൺമണിയെ കൊണ്ടുവരാൻ പോയതിന് എന്താ മാനസിക കുഴപ്പം. ഏട്ടൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്, ഏട്ടൻ്റെ എം ഡി ആണ്, എം ഡി ആണെങ്കിലോ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്വം മൊത്തം ഏറ്റെടുക്കേണ്ടവനല്ലേ എന്ന് പറയുന്നുണ്ട്. മാനസത്തിൽ കുറേ തലവുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേനും വീണ്ടും കൃപ പറയുന്നുണ്ട്, പിന്നെ കൺമണിയെ ജയിലിലാക്കിയത് ഇവൾ ഒറ്റൊരുത്തി കാരണമാണെന്ന് പറയുന്നുണ്ട്. കൃപ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, പിന്നെ അല്ലാണ്ട് അന്നത്തെ ആ പ്രശ്നം ഇവൾ കാരണം ഉണ്ടായതാണ്, അത് കാരണം കൺമണിക്ക് എത്ര നാണക്കേട് ഉണ്ടായെന്നറിയോ, എന്നിട്ട് ഇവൾ വന്നിട്ട് നെളിഞ്ഞു നിൽക്കുന്നു. ഒരിക്കലും തന്നെ നീ എങ്ങനെയാണ് രക്ഷപ്പെടുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നാൽ മതി എന്ന് പറയുന്നു. കൃപ നീ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. അല്ല അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇവൾ കാരണമാണ് അതൊക്കെ സംഭവിച്ചത്, അച്ഛനറിയോ, അന്നത്തെ കേസ് മൊത്തം ഇവൾ കാരണം ഉണ്ടായതെന്ന് പറയുമ്പോൾ കൃപ മാനസയോട് ചോദിക്കുന്നുണ്ട്, മനസ്സ എന്താ പ്രശ്നം ഉണ്ടായതെന്ന് പറയൂ, തുറന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അങ്കളെ, കൃഷിനെ നഷ്ടപ്പെടാൻ എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല, അത് കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ മനസ്സിലായോ, ഇവൾ പറഞ്ഞതിൽ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഉത്തരം, ഇവൾ കാരണമാണ് അതെല്ലാം മുടക്കിയത്, അന്നത്തെ ആ ദിവസം കുളമാക്കിയത് ഇവൾ ഒറ്റൊരുത്തിയാണ്. അത് മാത്രമല്ല പല കാരണങ്ങളുണ്ട്, അതെല്ലാം ഞാൻ വെളിപ്പെടുത്തണോ, എനിക്ക് 2 ദിവസം തന്നാൽ മതി, ഇവളുടെ എല്ലാ ചതിയും ഞാൻ പുറത്തു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. കൃപ സൂക്ഷിച്ച് സംസാരിക്കണം, നീ കുറച്ച് ആളാവാനൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ ഇവിടുന്ന് പോവാണ് ആൻറ്റിമ എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആൻറ്റിമ പിടിച്ചു വെക്കുന്നുണ്ട്, മോളെ പോവണ്ട എന്ന് പറയുന്നിട്ട്, ഞാൻ പോവുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. കൃപ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക, ആദ്യമേ അവൾ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ചേച്ചിമ്മയാണെങ്കിലോ മാനസയുടെ പുറകെ ഓടുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ സുജുവും സാഗറും, സാഗർ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ വിഷമത്തോടു കൂടി.
പിന്നീട് ചേച്ചിയമ്മയാണെങ്കിലോ മാനസിയോട് ചെന്ന് പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക് മോളെ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയെന്ന്. പക്ഷേ നിൻ്റെ എടുത്തുചാട്ടം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ എടുത്തു ചാടും, അതിനാ ആൻറ്റിയമ്മയ്ക്ക് എന്താ, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും, തോന്നിയ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും പറയും. അതുകൊണ്ടാണ്ടാ ഇങ്ങനെ. ഞാൻ നിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മറ്റു രീതിയിൽ തിരുത്താൻ വേണ്ടിയിട്ടാണ് നിന്നോട് പറയുന്നത്. പക്ഷേ നീയാണെങ്കിലോ തിരുത്തുന്നത് പോലുമില്ല. തിരുത്താതെ നീ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് തന്നെ പോകുന്നത്. അത് കാരണം ഇപ്പോൾ എന്തായി എന്ന് പറയുന്നുണ്ട്. എനിക്കെന്തായാലും കൃഷ്ണനെ കിട്ടിയേ പറ്റുള്ളൂ. കൃഷ്ണനെ കിട്ടാതെ ഞാൻ അടങ്ങില്ല. എന്നിട്ട് ഇവിടുത്തെ മരുമകളായിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. ആര്യമ്മ നോക്കിക്കോ, ഒക്കത്തിന് ഞാൻ ശരിയാക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഔദാര്യത്തിൽ രക്ഷപ്പെട്ടവളാണ് കോമാ സ്റ്റേജിൽ നിന്ന് അവൾ. അവൾ എന്നോട് തിരിയാൻ വന്നല്ലേ, അവളൊന്നും മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അവൾക്കുണ്ട് ശിക്ഷ കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട്. അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾ പറയുന്നത് വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മോളെ, അതിന് കാര്യമാക്കണ്ട. അവൾ വളവളാന്നൊന്നല്ല പറഞ്ഞത്, മുള്ളും മുനയൊക്കെ വെച്ച് തന്നെയാണ് സൂക്ഷിച്ചും വൃത്തിയോടുകൂടിയാണ് കാര്യങ്ങൾ സംസാരിച്ചത്. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വരട്ടെ, നീ ഒന്ന് വന്ന് സംസാരിക്കുക അവരോടെന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി വന്നാൽ ശരിയാവില്ല, അവൾ അവിടെ ഉണ്ടാവുമല്ലോ, വീണ്ടും കൂടുതൽ വർത്തമാനത്തിന് ഇടവരും എന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് മനസ്സ് അങ്ങോട്ട് പോകും. അപ്പോൾ തന്നെയാണ് സുജുവും സാഗറും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ശങ്കർ മോഹൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ശങ്കർ മോഹൻ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ പാരീസിലത്തെ കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് കൺമണിയെ വിടാനായോ? ആ ഡിസൈനെ കുറിച്ചൊക്കെ സാഗർ ചോദിക്കുമ്പോഴത്തേനും, ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മാത്രമല്ല കൺമണിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട് സാഗർ. കൺമണി നിങ്ങളുടെ ഡിസൈനർ ഇപ്പോൾ ജയിലിലല്ലേ, അവൾ ജാമ്യം കിട്ടുമോ അവൾക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേനും, എല്ലാം അറിഞ്ഞിട്ടുണ്ട് ശങ്കർ മോഹൻ, ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്ക് അവളോട് വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല. സാഗറിൻ്റെ പോലെ തന്നെ എനിക്ക് അവൾ പാവം തന്നെയാണ്. പക്ഷേ കമ്പനിയിലെ പല കാര്യങ്ങൾക്കും അവളെ കൊണ്ടുവന്നാൽ കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുക ചെയ്യുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കൺമണിയെ വേണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങൾ പിന്നീട് തീരുമാനിച്ചോളാം എന്ന രീതിയിലൊക്കെ സാഗർ പറയാം കേട്ടോ. സാഗറിനോട് ശങ്കർ മോഹൻ പറയുന്നുണ്ട്. അപ്പോഴത്തേനും സുജു പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, സാഗർ എന്തു പറ്റി, കൺമണിയെ പാരീസിലേക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എന്നാണ് തോന്നുന്നതെന്ന് വിഷമത്തോടുകൂടി സാഗർ പറയുന്നു. പിന്നീട് കൃഷ്ണൻ കൺമണിയാണെങ്കിൽ വരണ വഴിക്ക് തന്നെ അവിടെ അയ്യപ്പനും അതുപോലെ തന്നെ വാസുകി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇപ്പോഴാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടി അവിടെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട് നിങ്ങളെ കാത്തു നിൽക്കാനാണ്, നിങ്ങളെ കണ്ടില്ലെങ്കിൽ കൺമണിയുടെ വീട്ടിലേക്ക് വരാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിന്നതെന്ന് പറയുന്നു. പിന്നെ നിങ്ങളെ ഉപദ്രവിച്ച ആ ഒരു മാനസിക്കും വരുണിനും വേണ്ട ശിക്ഷ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളാണോ അവർ തല്ലി ചതച്ചത്? പിന്നല്ലാണ്ട് ഞങ്ങൾ രാജാവിനും രാജ്ഞിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വെറുതെ വിടോ? ഇത് ഞങ്ങൾ നന്ദി കാണിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അല്ല, ഇതൊരു പോലീസ് കേസൊക്കെ ആയാലോ? ഒന്നും പേടിക്കേണ്ട, ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അവർ ആ വരുണിനെ നേരിട്ട് കൊണ്ടുപോയി ഞാൻ അവിടെ കൊണ്ട് ഇട്ടതാണ്, അവരെന്നെ വെറുതെ വിട്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ വാസുകി, അവൾ ഈ കഥയിലേ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ടെൻഷനാവുന്നതെന്ന് പറയുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും, നിങ്ങൾക്ക് ഒരാൾ ഉപദ്രവിക്കില്ല നിങ്ങളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാ വിഷമങ്ങളും മാറി, ഇപ്പോൾ ജയിൽ കടന്ന സങ്കടങ്ങളൊക്കെ മാറി എനിക്കിപ്പോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കട്ടെ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ എല്ലാവരും അറിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ, എത്രയും പെട്ടെന്ന് നടന്നിട്ട് വേഗം നിങ്ങൾ അവിടേക്കാണ് വരേണ്ടത്, ഞങ്ങളുടെ അടുത്തേക്ക്. അവിടെ വെച്ചിട്ട് വേണം നിങ്ങളുടെ പട്ടാഭിഷേകം ഞങ്ങൾക്ക് നടത്താനെന്ന് പറയുന്നു. എന്തായാലും ഞങ്ങൾ ഒരുപാട് നേരം നിൽക്കുന്നില്ല, പോയിട്ട് വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. നിങ്ങളെന്തായാലും ശരി, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ ധനലക്ഷ്മി ആണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇവള് വന്നോ, ഇനി ഇവൾ എന്നെ ചതയ്ക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് അച്ഛൻ വന്നിട്ട് കൺമണിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്, ഗോകുലും. അതിനുശേഷം മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. സാർ മോനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ, ഒരു 5 മിനിറ്റ് മോൻ ഇവിടെ നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ കൺമണിയും കൃഷും കൂടി സംസാരിക്കുകയാട്ടോ ചെയ്യുന്നത്. കൺമണി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണി അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, പാരീസിലെ കാര്യങ്ങൾ എന്താവും, ജയിൽ കിടന്നതുകൊണ്ട് തന്നെ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ സാർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയില്ല, അതിൽ ചെറിയൊരു മാറ്റമുണ്ട് കൺമണി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പാരീസിലേക്ക് പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്നെ ഇവൻറ്റിന് വിളിക്കില്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. അത് കൺമണി, അവർ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കൺമണിയെ ഒരുപാട് കേസിലുള്ളതല്ലേ, വഞ്ചന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് എന്നെ എങ്ങനെയാണ് വലിയൊരു ഇവൻറ്റിലേക്ക് വിളിക്കുക അല്ലേ, അതുകൊണ്ട് മാത്രമല്ല കൺമണി, അവിടെ പത്രക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൺമണിയെ കിട്ടി അവർ വെറുതെ വിടില്ല. അതുകൊണ്ടാണ് കൺമണി ടെൻഷൻ അടിക്കേണ്ട, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. അച്ഛൻ വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു, കൺമണിയോട് വിഷമിക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. തീരുമാനമാവട്ടെ എന്നിട്ട് നോക്കാം എന്ന രീതിയിൽ കൃഷി കൺമണിയോട് ആ കാര്യം പറയാട്ടോ.
പക്ഷേ ക്രഷ് എന്നും കൺമണിയുടെ കൂടെ തന്നെയുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രൊമോ ആയിട്ട് കാണാം ട്ടോ.